നമസ്കാരം. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുള്ള ഭാഗത്തിലെ 5ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റിഡംഷൻ്റെ മെത്തേഡുകളും അതിൻ്റെ സോഴ്സസിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡ് റിഡംഷൻ ബൈ ലംസം പേയ്മെൻറ്റ് മെത്തേഡ് പ്രകാരം 2 തരത്തിൽ സോഴ്സുകൾ, 2 തരത്തിൽ ഫണ്ടുകൾ കണ്ടെത്താം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്, അതല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ റിഡംഷൻ ബൈ ലംസം പേയ്മെൻറ്റിലെ സോഴ്സുകളിൽപ്പെട്ട ഒന്നാമത്തത് ഔട്ട് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബൈ യൂട്ടിലൈസിങ് പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി എന്നുള്ള ടേമാണ് നമ്മൾ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട 1-2 കേസുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 25% of the face value or maturity amount of the debentures should be transferred to debenture redemption reserve account. ഒന്നാമത്തെ ഒരു റൂൾ അതാണ്. മറ്റൊന്ന്, അതാത് വർഷങ്ങളിൽ മെച്യൂരിറ്റി ആവുന്ന എമൗണ്ടിൻ്റെ 15% ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നടത്തണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ 2013 കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ചില മാറ്റങ്ങൾ, ചില അമെൻമെൻറ്റുകൾ നമ്മുടെ ഈ പ്രോബ്ലങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിലും വന്നതാണ് ഇപ്പോൾ ഈ പറയുന്ന 1-2 പോയിന്റുകൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. ഒന്നാമത്തത് 25% ഓഫ് ദ ഫേസ് വാല്യൂ ഓർ മെച്യൂരിറ്റി എമൗണ്ട് ഷുഡ് ബി ട്രാൻസ്ഫർ ടു സെപ്പറേറ്റ് അക്കൗണ്ട് കോൾഡ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡിബഞ്ചർ റിഡംഷന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ്. അത് എല്ലായ്പ്പോഴും മിനിമം ബാലൻസ് റിഡംഷൻ നടത്താനുള്ള എമൗണ്ടിൻ്റെ 25% മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. മറ്റൊന്ന് 15% കേസാണ്. മെച്യൂരിറ്റി ആവുന്ന ഇയർ എൻഡിങ്ങിൽ ഏത് ഇയറിലാണോ, ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 31 മാർച്ചിൽ മെച്യൂരിറ്റി ആവുന്ന എമൗണ്ട്, ആ എമൗണ്ടിൻ്റെ 15% അതേ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ April 30th അല്ലെങ്കിൽ 30th ഡേ ഓഫ് April 30th 15% എങ്കിലും not less than 15% of the maturity amount should be invested by the company in the name of debenture redemption reserve investment. അതിൽ അങ്ങനെ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ, നമുക്കറിയാവുന്ന പോലെ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ റിട്ടേൺസ് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ എപ്പോഴും ഇൻട്രസ്റ്റ് എന്നുള്ള പേരിൽ വർഷാവർഷം കിട്ടിക്കൊണ്ടിരിക്കും. പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. മറ്റ് കമ്പനികളിൽ അവരുടെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അവരുടെ ഡിബഞ്ചറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അവരുടെ മറ്റ് പലതരത്തിലുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗവൺമെൻറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, ബോണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഏതായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടുകളുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫിഗറിൻ്റെ ഉദ്ദേശം അതിൻ്റെ റിട്ടേൺസ് തന്നെയാണ്. വർഷാവർഷം അതിൻ്റെ റിട്ടേൺസ് ഇൻ ദ നെയിം ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള പേരിലാണ് അതിൻ്റെ റിട്ടേൺസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. മാത്രമല്ല, അത് ഏതെങ്കിലും സമയത്ത് നമ്മൾ എൻക്യാഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, ഓർ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, വളരെ നമുക്ക് പരിചയമുള്ള ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സെയിൽ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൽ നിന്ന് ലാഭം കിട്ടാം അല്ലെങ്കിൽ നഷ്ടവും കിട്ടാം. സ്വാഭാവികമായിട്ടും ലാഭമാണല്ലോ കിട്ടേണ്ടത്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലാഭം ഉണ്ടാകുന്ന സമയത്തെ നമ്മളതിൻ്റെ സെയിലിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്കിതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന ടേമുകളാണ്. അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് കിടക്കാം. നമ്മൾ പറഞ്ഞ ടേം ഇതാണ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓരോ വർഷവും മെച്യൂരിറ്റി ആവുന്ന ഡിബഞ്ചറിൻ്റെ എമൗണ്ടിൻ്റെ 15% April 30 ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്നുള്ള ഒരു റിസർവിൽ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊസീജിയറായിട്ട് കാണിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ജേണൽ എൻട്രീസ് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം 1-2 പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഒന്നാമത്തെ ജേണൽ എൻട്രി, ഫോർ ക്രിയേഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിവെക്കുന്ന, നമ്മൾ പറഞ്ഞ ഒരു മിനിമം ബാലൻസ് 25%ൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞതാണ്. അത് മാറ്റിവെക്കുമ്പോഴുള്ള എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ സർപ്ലസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പറയുന്ന പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞത്. അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതിയാലും തെറ്റുള്ളതല്ല. ഒന്നാമത്തെ എൻട്രി
പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. രണ്ടാമത്തെ എൻട്രി ഫോർ ദ പർച്ചേസ് ഓഫ് DRR ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ DRR ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ഇയറിലും ക്ലോസിംഗ് സമയത്ത് റിഡംഷന് ആവശ്യമുള്ള ഡിബഞ്ചറിൻ്റെ 15% ആ വർഷത്തിലെ ഏപ്രിൽ 30 ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴുള്ള എൻട്രിയാണ്. എമൗണ്ടുകൾ കാണിക്കേണ്ടത് അവിടെ നമുക്ക് കാണാം. ആ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഈക്വൽ ടു 15% ഓഫ് ഡിബഞ്ചേഴ്സ് മെച്യൂറിങ്. മെച്യൂരിറ്റി ആവുന്ന ഡിബഞ്ചറിൻ്റെ 15% ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴുള്ള എൻട്രിയാണ് കണ്ടത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. മൂന്നാമത്തെ എൻട്രി അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് റിയലൈസ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, അത് ക്യാഷാക്കി മാറ്റുമ്പോൾ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടു എന്നേ ഉള്ളൂ. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് നമുക്ക് മെച്യൂരിറ്റിയുടെ സമയത്ത് ക്ലോസിംഗ് സമയത്ത് ആ ഇയറിൻ്റെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിംഗ് സമയത്ത് ക്യാഷാക്കി മാറ്റണം. അങ്ങനെ മാറ്റുമ്പോഴുള്ള എൻട്രിയാണ് അതിനെ പറഞ്ഞ ഒറ്റ ടേമാണ് റിയലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ റിയലൈസ് ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില പ്രോബ്ലങ്ങളിൽ നമുക്ക് കാണാം ഇതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുന്നതായിട്ടൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് ആ വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടുന്നതായിട്ട് ചിലപ്പോൾ ചില പ്രോബ്ലങ്ങളിൽ സൂചിപ്പിക്കാറുണ്ട്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ഈ ജേർണൽ എൻട്രി പറയുന്നതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആ കാര്യം. ചിലപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റും കൂടെ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ എൻട്രി ആയിട്ട് കാണിക്കേണ്ടി വരും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള എൻട്രിയാണ് വരിക. പിന്നീട് നമുക്ക് അത് വിശദമാക്കാം. അടുത്ത എൻട്രി നാലാമത്തതാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രിയാണ്. നമ്മൾ നേരത്തെ ഒക്കെ അത് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രീസ് പഠിച്ചിട്ടുണ്ട്. പ്രീമിയത്തിൽ റിഡംഷൻ നടത്തുമ്പോഴുള്ള ഒരു ഡ്യൂ ആവുന്ന എൻട്രിയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, മീൻസ് എൻട്രിയിൽ തന്നിട്ടുള്ളത്. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. നമ്മൾ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ ഉള്ള എൻട്രി, ഡ്യൂ ആകുമ്പോൾ എൻട്രി, കൊടുക്കേണ്ട എൻട്രി, ഡിബഞ്ചറിൻ്റെ ആക്ച്വൽ എമൗണ്ടും പ്രീമിയം ഉൾപ്പെടെയുള്ള എമൗണ്ടാണ് ഡെബിറ്റ് ചെയ്തത് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് സെറ്റിൽമെൻറ്റിൻ്റെ എൻട്രിയാണ്, സെറ്റിൽ ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ്, പേയ്മെൻറ്റ് നടത്തുമ്പോഴുള്ള എൻട്രിയാണ് അഞ്ചാമത്തത്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് സെറ്റിൽ ചെയ്യുന്ന എൻട്രി. പിന്നെ മറ്റൊരു കാര്യം, DRR അക്കൗണ്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ നേരത്തെ ഒരു നിശ്ചിത എമൗണ്ട് 25% മാറ്റിയെന്ന് പറഞ്ഞു. ആ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്, അതിനെ ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോഴുള്ള എൻട്രിയാണ് നെക്സ്റ്റ്. അതായത് അതിൻ്റെ ഡിബഞ്ചർ റിഡംഷൻ റിസർവിൻ്റെ ബാലൻസ് അവസാനം എല്ലാ പ്രോസസ്സുകളും കഴിഞ്ഞതിന് ശേഷം ജനറൽ റിസർവിലേക്കാണ് മാറ്റുക എന്നാണ് വേറൊരു ഭാഷ. എൻട്രി ഇതാണ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ് അക്കൗണ്ട്. DRR അക്കൗണ്ടിനെ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുന്ന എൻട്രി എന്നും അതിനെ നമുക്ക് പറയാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആൽഫ ലിമിറ്റഡ് ഹാസ് ഔട്ട്സ്റ്റാൻഡിംഗ് 10,000 15% ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് issued on 1st October 2012 due for redemption on 31st March 2017 at par. Pass journal entries for redemption without providing for interest and debentures. 2012 October 1st-ന് 10,100 rupees വിലയുള്ള 15% ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് റിഡംഷൻ നടത്തുന്നത് 2017 മാർച്ച് 31st-നാണ്. അതിൻ്റെ ഒന്നുകൂടെ വിശദീകരിച്ച ഒരു കാര്യം നമുക്കൊന്ന് തുടർന്ന് നോക്കാം. എങ്ങനെയാണ് അതിൻ്റെ റിഡംഷനും മറ്റു പ്രൊവിഷനുകളും എന്നുള്ളത് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ്റെ ഒന്നുകൂടെ വിശദീകരിച്ച രൂപമാണ്. 1st October 2012 ഇഷ്യൂ ചെയ്ത ഡിബഞ്ചറുകൾ റിഡംഷൻ നടത്തുന്ന ഡേറ്റ് 31st March 2017 ഒന്നാമത്തെ കാര്യം. അത് ഇഷ്യൂവിൻ്റെ സമയത്ത് പ്രൊസീജിയറുകളെ കുറിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലൊന്നും പറയണമെന്നില്ല. 1st October 2012
ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന ഡിബഞ്ചറുകൾ 1000 ഡിബഞ്ചറുകൾ 15% ഡിബഞ്ചറാണ്. 15% ഡിബഞ്ചറാണ്. അത് 100 രൂപ വെച്ചിട്ടാണ് അതിൻ്റെ ഫേസ് വാല്യൂ. അതാണ് 10 lakh rupees. അപ്പോൾ ആ എമൗണ്ടാണ് ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളതെന്നാണ് ക്വസ്റ്റ്യനിൽ പറയണത്. അത്രേ പറയണുള്ളൂ. അപ്പോൾ ഇഷ്യൂവിൻ്റെ എൻട്രി നമ്മൾ എഴുതുന്നില്ല എന്ന് അതിൻ്റെ അർത്ഥം. ഇഷ്യൂവിൻ്റെ എൻട്രി ഇപ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യമില്ല. റിഡംഷൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്താൽ മതി. ചില കേസുകളിൽ ചില പ്രോബ്ലങ്ങളിൽ ഇഷ്യൂവിൻ്റെ എൻട്രി ഉൾപ്പെടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ലീഗൽ റൂൾ പ്രകാരം, കമ്പനീസിൻ്റെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഫേസ് വാല്യൂവിൻ്റെ 25% റിഡംഷൻ്റെ മുന്നേ DRR അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ഫേസ് വാല്യൂ 10 lakh ആണ് നമ്മൾ പറഞ്ഞു. 1000 ഡിബഞ്ചേഴ്സ് ഇൻറ്റു 100 അതാണ് 10 lakh rupees വരിക. അതിൻ്റെ 25% ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്നുള്ള അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ആ എമൗണ്ട് ആണ് 2,50,000. മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഓരോ വർഷവും 31 മാർച്ചിന് മെച്യൂരിറ്റി ആവുന്ന ഡിബഞ്ചർ എമൗണ്ടിൻ്റെ 15% ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ എല്ലാ കമ്പനീസും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇവിടുത്തെ കേസ് 10 lakh ആണ് മെച്യൂരിറ്റി ആവുന്ന എമൗണ്ട്. ലംസം പേയ്മെൻ്റ് ആണ്, ഒറ്റ തവണയാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഒറ്റ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 10 lakh rupees കൊടുക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ ഡിബഞ്ചർ റിഡംഷൻ്റെ ഡേറ്റ് 31 മാർച്ച് 2017 ആണ്. അപ്പോൾ ആ 2017 10 lakh rupees മെച്യൂരിറ്റി ആവുന്ന എമൗണ്ടിൻ്റെ 15% തൊട്ട് മുന്നേ ഉള്ള April 30th ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യണം. ആ എമൗണ്ടാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. 10 lakh ഇൻറ്റു 15%, അതാണ് 1,50,000. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കേസ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ റൂളുകളിൽ നമ്മൾ നിർബന്ധപൂർവ്വം വർക്കൗട്ട് ചെയ്ത് വെക്കേണ്ട റൂളുകളുമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ജേണൽ എൻട്രീസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ജേണൽ എൻട്രീസിൽ ഈ 2 എൻട്രീസ് ഉൾപ്പെടുത്തിയിട്ട് പാർ വാല്യൂവിൽ തന്നെയാണ് റിഡംഷൻ. അപ്പോൾ ആ റിഡംഷൻ്റെ ഡ്യൂ ആവുന്ന എമൗണ്ടും അതേപോലെ തന്നെ സെറ്റിൽമെൻറ്റിൻ്റെ പേയ്മെൻറ്റിൻ്റെ എൻട്രിയാണ് അവിടെ ഉള്ളത്. ജേണൽ എൻട്രീസിലേക്ക് പോവാം. ഇതിൽ ഒന്നാമത്തെ എൻട്രിയിൽ നമ്മളിപ്പോൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച എമൗണ്ടുകളാണ് ഇപ്പോൾ നമ്മൾ ജേണൽ എൻട്രി ആയിട്ട് മാറ്റുന്നത്. 10 lakh rupees ആണ് നമ്മുടെ ഡിബഞ്ചറിൻ്റെ റിഡംഷൻ്റെ ഫേസ് വാല്യൂ. അതിൻ്റെ 25% DRR അക്കൗണ്ടിലേക്ക് മാറ്റണം. അതേപോലെ ഒരു വർഷം ഏത് സമയത്താണോ റിഡംഷൻ്റെ മെച്യൂരിറ്റി ആവുന്നത്, ആ മെച്യൂരിറ്റി ഡേറ്റിൻ്റെ 31 മാർച്ചാണ് ഇവിടുത്തെ കേസിൽ മെച്യൂരിറ്റി. 31 മാർച്ച് 2017 ആണ്. ആ മെച്യൂരിറ്റി ഡേറ്റിൻ്റെ തൊട്ട് മുന്നേ വരുന്ന April 30th മെച്യൂരിറ്റി എമൗണ്ടിൻ്റെ 15%, 15% ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണ്. ആ 2 കേസുകളാണ് നമ്മളിപ്പോൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്. അത് 10 lakh rupeesൻ്റെ 15% ആണ്, അതാണ് 1,50,000 വരിക. 25% DRR അക്കൗണ്ടിലേക്ക്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് 10 lakhൻ്റെ 25% 2,50,000 വരിക. അതാണ് ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്. അതിൻ്റെ ജേണൽ എൻട്രിയാണ്. ജേണൽ എൻട്രീസിൻ്റെ ഫോം നിങ്ങൾക്കറിയാം. ഒന്നാമത്തെ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഞാനിവിടെ DRR എന്ന് എഴുതിയിട്ടുള്ളൂ. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത്. 25% ഓഫ് 10 lakh എന്ന് മാത്രമേ നറേഷനോട് എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ സൗകര്യം പോലെ നറേഷനൊക്കെ ചെയ്യാം. അത് 2,50,000. ഓക്കെ. നെക്സ്റ്റ് 15% മാറ്റിയതാണ്. 10 lakhൻ്റെ 15%, 15% മാറ്റിയത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എൻട്രി ഉണ്ട്. നമ്മൾ ഫോമാറ്റിൽ പറഞ്ഞതാണ്. അത് 1,50,000. നെക്സ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കണം. അതിനൊക്കെ 31 മാർച്ച് 2016 ഡിബഞ്ചർ റിഡംഷൻ റിസർവിൻ്റെ 25% മാറ്റിയത് നമ്മൾ കാണിച്ചത്. എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ആവുന്നതിനേക്കാൾ മുന്നേ DRR അക്കൗണ്ടിൽ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ ഡിബഞ്ചറിൻ്റെ മെച്യൂരിറ്റിയുടെ എമൗണ്ടിൻ്റെ 25% ഉണ്ടായിരിക്കണം എന്നാണ് റൂള്. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ ക്ലോസിംഗ് ഡേറ്റ്, തൊട്ട് മുന്നത്തെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിംഗ് ഡേറ്റിൽ ആ 25% കാണിച്ചു എന്നേ അർത്ഥാക്കണുള്ളൂ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും. നേരത്തെ
2012 നമ്മളിവിടെ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 5 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഡിബഞ്ചറിൻ്റെ റിഡംഷൻ നടത്തുന്നത്. അപ്പോൾ ആ 2017 മാർച്ച് 31 ഡിബഞ്ചറിൻ്റെ റിഡംഷൻ്റെ ടൈം, മെച്യൂരിറ്റിയുടെ ടൈം. ആ മെച്യൂരിറ്റിയുടെ 31 മാർച്ച് 2017 മുന്നേ തന്നെ DRR അക്കൗണ്ടിൽ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ മെച്യൂരിറ്റി എമൗണ്ടായ 10 lakhൻ്റെ 25% മിനിമം ബാലൻസ് ഉണ്ടായിരിക്കണം എന്നാണല്ലോ റൂള്. അപ്പോൾ അതിന് തൊട്ട് മുന്നത്തെ ഇയറിലെ ക്ലോസിംഗ് ഡേറ്റ് വെച്ചിട്ട് നമ്മളത് കാണിച്ചു എന്നേ അർത്ഥാക്കണുള്ളൂ എന്ന്. അത് ചിലപ്പോൾ അതിൻ്റെ മുന്നത്തെ വർഷം എപ്പോൾ വേണമെങ്കിലും കാണിക്കാം. 2016 15 2014 ഒക്കെ വേണമെങ്കിൽ ആ റിസർവിലേക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചോളാം. എന്തായാലും ക്ലോസിംഗ് ഡേറ്റിൻ്റെ മുന്നേ 10 lakhൻ്റെ 25% ആയ 2,50,000 DRR അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം എന്നേ റൂളുള്ളൂ എന്ന്. നമ്മളതിനൊരു കഴിഞ്ഞ തൊട്ട് മുന്നത്തെ വർഷത്തെ ഡേറ്റ് ഇട്ട് കാണിച്ചു എന്ന് മാത്രം. അതേപോലെ 10 lakh മെച്യൂരിറ്റി ആവുന്ന 2017 തൊട്ട് മുന്നത്തെ ഏപ്രിൽ 30 അവിടെ കാണിച്ചിട്ടുള്ളത്. ഏപ്രിൽ 30 പറഞ്ഞാൽ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ്റെ ഒരു ഹോളിഡേയോ അതല്ലെങ്കിൽ അവധി ദിനങ്ങളൊക്കെ ആവും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അങ്ങനെ ഇവിടെ കാണിച്ചത്. 29/4/2016 29/4/2016 എന്നുള്ള രീതിയിൽ 30 നമ്മൾ പ്രോബ്ലത്തിൽ എഴുതിയാലും കുഴപ്പമൊന്നും ഉള്ളതല്ല. 30th ഏപ്രിൽ എന്ന് കാണിച്ചാലും കുഴപ്പമുള്ളതൊന്നുമില്ല, തടസ്സമുള്ളതൊന്നുമില്ല. അതൊന്നും ഒരു തെറ്റായിട്ട് കണക്കാക്കുന്നില്ല എന്നർത്ഥം. നമ്മൾ ആ സെൻസ് മനസ്സിലാക്കുക. അവിടെ 1,50,000 15,000 15%, 10 lakhൻ്റെ 15%, 1,50,000 ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പേരിൽ കമ്പനി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ആവും, അല്ലെങ്കിൽ ബാങ്ക് ക്രെഡിറ്റ് ആവുകയാണല്ലോ ചെയ്യുക. അതാണ് എൻട്രി. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നേരത്തെ പോലെ ഇവിടെയും നറേഷനിൽ 15% ഓഫ് 10 lakh എന്നേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ സൗകര്യത്തിനനുസരിച്ച് ചെയ്യണം. മറ്റൊന്ന്, ഇനി ആ 2 റൂളുകളും നമ്മൾ കഴിഞ്ഞു. 2 നിർബന്ധമായിട്ടും കാണിക്കേണ്ട റൂളുകൾ നമ്മൾ കഴിഞ്ഞു. ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ സെറ്റിൽമെൻ്റ് ആണ്. പാർ വാല്യൂവിലാണ് സെറ്റിൽ ചെയ്യുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആവുന്ന ഒരു എൻട്രി, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ സെറ്റിൽമെൻറ്റിൻ്റെ എൻട്രി. അത് നമ്മൾ മുന്നേ തന്നെ കേട്ട് പരിചയമുള്ളതാണ്. പാർ വാല്യൂവിലാകുമ്പോൾ ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല. നോക്കുക, ക്വസ്റ്റ്യനിൽ അറിയാം 15% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അവരുടെ ഫേസ് വാല്യൂ ഡ്യൂ ആയി എത്ര എമൗണ്ട്? 10 lakhs. അവരെന്നെ പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് നടത്തുകയാണ് അടുത്ത എൻട്രി. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് സെയിം എമൗണ്ട് 10 lakh കാണിച്ചു. എൻട്രി കാണുന്നുണ്ടാവും. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ. ഇനി ലാസ്റ്റത്തെ ഒരു എൻട്രി ഉണ്ട്. ഇവിടെ ഒരു ലാസ്റ്റ് ഒരു എൻട്രി എഴുതിയിട്ടുണ്ട് നമ്മൾ. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, കേൾക്കുക. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ് അക്കൗണ്ട്. നേരത്തെ നമ്മൾ ആ ജനറൽ എൻട്രീസിൻ്റെ ഫോർമാറ്റ് എഴുതിയപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ കിടക്കുന്ന എമൗണ്ട് ബാലൻസ് അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവിനെ ക്ലോസ് ചെയ്യുന്നത് ആ എമൗണ്ട് റിമൈനിങ് ഇൻ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ജനറൽ റിസർവ് അക്കൗണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് ക്ലോഷർ ഓഫ് ദ അക്കൗണ്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യാൻ ആ അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ട് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, മാറ്റി കാണിക്കണം. അതാണ് എൻട്രി. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ്. എന്താണോ DRR അക്കൗണ്ടിലേക്ക് എടുക്കുന്ന എമൗണ്ട്, നമ്മുടെ DRR അക്കൗണ്ടിൽ 2,50,000 എടുക്കുന്നത്, അതേ എൻട്രിയാണ് ഏറ്റവും ലാസ്റ്റിൽ കാണുന്നുണ്ടാവുക. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് 2,50,000. ഇത്രയാണ് ഇതിൻ്റെ എൻട്രീസ്. ഇത് നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഓൺ 1st April 2012 ABC Limited issued 40 lakhs 12% debentures at par and redeemable at a premium of 10%. 60% of the debentures are to be redeemed at the end of the second year and the balance at the end of third year. The board of directors decided to transfer the minimum required amount to debenture redemption reserve at the end of first year. Pass the necessary journal entries for the issue and redemption of debentures without providing for interest and loss on issue of debentures. നമ്മുടെ ക്വസ്റ്റ്യനിലെ ഒരു പ്രത്യേകത ഇഷ്യൂ ചെയ്യുന്ന എൻട്രി ഉൾപ്പെടെ ഇതിൽ കാണിക്കണം എന്നാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഈ പറഞ്ഞ ക്വസ്റ്റ്യനിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്
40 lakhs, 12% ഡിബഞ്ചേഴ്സ് ഓഫ് 40 lakhs, 40 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സാണ് 1 April 2012 ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇഷ്യൂ ചെയ്ത ഡേറ്റാണ് പറഞ്ഞിട്ടുള്ളത് 1 April 2012. അതിൻ്റെ റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 ട്രീറ്റ്മെൻറ്റ് അവിടെ തന്നിട്ടുള്ളത്. 40 lakhലെ 60%, 60% അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇയർ, രണ്ടാമത്തെ വർഷത്തിൻ്റെ അവസാനവും, ബാക്കിയുള്ളത് അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയർ, മൂന്നാമത്തെ വർഷത്തിൻ്റെ അവസാനവുമാണ് റിഡംഷൻ നടത്തുന്നത്. എന്ന് പറയുമ്പോൾ 40 lakh ടോട്ടൽ ഉള്ളത്. 1 April 2012 നമ്മളവിടെ ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ വർഷം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയർ അവസാനിക്കുക, ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുക 1 April 2012 തുടങ്ങിയത് അവസാനിക്കുന്നത് 31 March 2013 ഒന്നാമത്തെ ഇയർ. രണ്ടാമത്തെ ഇയർ അവസാനിക്കുന്നത് 31 March 2014 അപ്പോൾ ഈ രണ്ടാമത്തെ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റ് ആയ 31 March 2014 40 lakhന്റെ 60% റിഡംഷൻ നടത്തുന്നത്. ആ പോയിന്റ് മനസ്സിലാക്കുക. 60% ഓഫ് 40 lakhs, ദാറ്റ് ഈസ് 24 lakhs റിഡംഷൻ നടത്തുന്ന ഡേറ്റ് എന്ന ഓൺ 31 March 2014, 2014 March 31 റിഡംഷൻ നടത്തുന്നത്. ഡേറ്റ് മനസ്സിലായിട്ടുണ്ടാവും. സെക്കൻഡ് ഇയറിൻ്റെ ക്ലോസിംഗ് ഡേറ്റിനാണ് 40 lakhന്റെ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ 60%, 60% റിഡംഷൻ നടത്തുന്നത് ഒന്ന്. രണ്ടാമത്തെ കാര്യം 40 lakhന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 40%, അതായത് ബാക്കിയുള്ള റിമൈനിങ് എമൗണ്ട്, ബാക്കിയുള്ള എമൗണ്ട് റിഡംഷൻ നടത്തുന്നത് അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയർ, മൂന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം. മൂന്നാമത്തെ വർഷം സ്വാഭാവികമായിട്ടും 31 March 2015 ആയിരിക്കും. അപ്പോൾ ഈ 2 എമൗണ്ടുകൾ മനസ്സിലാക്കുക. 40 lakhനെ 2 തവണയായിട്ടാണ് റിഡംഷൻ നടത്തുന്നത്. അതിലെ 60% റിഡംഷൻ നടക്കുന്ന ഡേറ്റ് സെക്കൻഡ് ഇയറിൻ്റെ അവസാനമാണ്. സെക്കൻഡ് ഇയറിൻ്റെ അവസാനം 31 March 2014. ബാക്കിയുള്ള എമൗണ്ട് തേർഡ് ഇയറിൻ്റെ അവസാനത്തിലാണ്. തേർഡ് ഇയറിൻ്റെ അവസാനം 31 March 2015. ഏതാ ബാക്കിയുള്ള എമൗണ്ട്? 40 ലക്ഷത്തിൻ്റെ 40 lakhsന്റെ ബാക്കിയുള്ള 40%, 40%, 16 ലക്ഷം, 16 lakhs. 60% ആദ്യം റിഡംഷൻ നടത്തി, 40% പിന്നെ റിഡംഷൻ നടത്തുന്നത്. ഓക്കെ, അതാണ് ആദ്യത്തെ കേസ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കേസ്. ഇനി നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന റൂളുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഏതാണ് റൂള്? DRR അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട എമൗണ്ട്. അതിനെക്കുറിച്ചിട്ടും ഒരു ഹിൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എമൗണ്ട്? 2 തരത്തിലാണ് റിഡംഷൻ നടക്കുന്നതെങ്കിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസൈഡഡ് ദാറ്റ് the amount required to transfer to DRR account is transferred at the end of the first year. ആദ്യ വർഷത്തിൻ്റെ അവസാനം തന്നെ DRR അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട റിക്വയർഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള എമൗണ്ട് അല്ലെങ്കിൽ റൂൾ പ്രകാരമുള്ള എമൗണ്ട്, ദാറ്റ് ഈസ് 25%. ഏതാണ് ടോട്ടൽ റിഡംഷൻ നടത്തേണ്ട എമൗണ്ട്? 40 ലക്ഷമാണ്. 40 ലക്ഷത്തിൻ്റെ 25% DRR അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. 2 തരത്തിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് റിഡംഷൻ നടത്തുന്നത് എങ്കിൽ പോലും DRR അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട എമൗണ്ട് ഒറ്റ തവണയായിട്ട് തന്നെ ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം തന്നെ മാറ്റുന്നുണ്ട് എന്ന്. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് 10 lakhs. 40 ലക്ഷത്തിൻ്റെ 40 lakhsന്റെ 25% DRR അക്കൗണ്ടിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞു. ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തതാണ് ഇവിടെ കിട്ടിയിട്ടുള്ള 10 lakhs, 10 ലക്ഷം രൂപ. അത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. ആ ഫസ്റ്റ് ഇയറിൻ്റെ അവസാനമാണ് 31 March 2013. ഓക്കെ, ഇനി രണ്ടാമത്തെ റൂൾ ഉണ്ട് നമുക്ക്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് റിഡംഷൻ നടത്തുന്ന എമൗണ്ടിൻ്റെ 15%, 15%, ആ റിഡംഷൻ നടത്തുന്ന വർഷത്തിലെ ഫിനാൻഷ്യൽ ഇയറിലെ April 30, 30th of April of every year, എല്ലാ വർഷത്തിലെയും 30th ഡേ ആണ് മാറ്റേണ്ടത്. April 30 മാറ്റേണ്ടത്. അപ്പോൾ അതിൻ്റെ ക്ലിയർ ചെയ്യുക. ഞാൻ പറഞ്ഞത് ഏത് ക്ലോസിംഗ് ഡേറ്റിനാണ് മെച്യൂരിറ്റി ആവുന്നത് റിഡംഷൻ നടത്തുന്നത്? 2 തരത്തിലുള്ള മെച്യൂരിറ്റി നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയത്? 31st
മാർച്ച് 2014 24 ലക്ഷം രൂപ മെച്യൂരിറ്റി ആവും. ആ മെച്യൂരിറ്റി ആവുന്നതിൻ്റെ 15% ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് മാറ്റേണ്ടത്. ആ മാറ്റേണ്ട ഡേറ്റ് 30th April 2013 ആണ്. 2013 April 30. ഓക്കെ, മനസ്സിലാക്കുക. 1st April 2013 മുതൽ 31st March 2014 വരെയാണല്ലോ ഒരു ഫിനാൻഷ്യൽ ഇയർ. അതാണല്ലോ ഇവിടുത്തെ ഈ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞത്. ക്ലോസിംഗ് ഡേറ്റ് 31/3/2014 ആകുമ്പോൾ ആ വർഷം മുഴുവനുള്ള ഡേറ്റാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റിന് ഇവിടെ 31/3/2014 മെച്യൂരിറ്റി ആകുന്ന ഡിബഞ്ചറിൻ്റെ എമൗണ്ടിൻ്റെ 15% ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത് ഡേറ്റ് എന്നാ? ഇതേ ഫിനാൻഷ്യൽ ഇയറിൽ പെട്ട 30th April 2013 മാറ്റേണ്ടത് എന്ന്. ഈ മാസം തന്നെ മാറ്റേണ്ടത് എന്ന്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞു ആ ഡേറ്റ് ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതാണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 30th April 2013 24 ലക്ഷത്തിൻ്റെ 15%, ദാറ്റ് ഈസ് 3,60,000, 3,60,000 ആണ് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റിൽ ചെയ്യേണ്ടത്. 15% DRR ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. ആദ്യം മെച്യൂരിറ്റി ആവുന്ന 24 ലക്ഷത്തിൻ്റെ 15% 3,60,000. അത് മാറ്റേണ്ട ഡേറ്റ് 30th April 2013. ഓക്കെ, ജനറൽ എൻട്രി എഴുതുമ്പോൾ ആ ഡേറ്റുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയണത്. മറ്റൊന്ന്, അടുത്ത രണ്ടാമത്തെ മെച്യൂരിറ്റി 31st March 2015 വരുന്നത്. 31st March 2015 16 ലക്ഷം രൂപ മെച്യൂരിറ്റി ആവുന്നുണ്ട്. അപ്പോൾ ആ 16 ലക്ഷം രൂപയുടെയും 15% 15% DRR ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം. മാറ്റേണ്ട ഡേറ്റ് 30th April തന്നെ, April 30 തന്നെ. അതാണ് ഈ കിടക്കുന്നത്. 30th April 2014 16 ലക്ഷത്തിൻ്റെ 15% 2,40,000 രൂപ മാറ്റേണ്ടത്. ഇതാണ് 2,40,000 രൂപ മാറ്റേണ്ടത്. ഓക്കെ, ഡേറ്റുകൾ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഒരു ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ മുതൽ അടുത്ത മാർച്ച് വരെയാണ്. അപ്പോൾ ആ മാർച്ചിൽ അവസാനിക്കുന്ന തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ടിൻ്റെ മെച്യൂരിറ്റി ആവുന്ന എമൗണ്ടിൻ്റെ 15% ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആദ്യം തന്നെ ഏപ്രിൽ 30 തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നടത്തുകയാണെന്നാണ് അതിൻ്റെ ചുരുക്കം. അതാണ് ഇപ്പോൾ ഈ രണ്ട് എമൗണ്ടുകൾ 3,60,000 3,60,000 എന്ന് പറഞ്ഞതും അതേപോലെ 2,40,000 എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ജനറൽ എൻട്രിയിൽ കൂടെ എമൗണ്ടുകൾ എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് കാണിക്കാം. ഒന്നാമത്തെ എൻട്രി ഇഷ്യൂ ചെയ്യുന്ന എൻട്രിയാണ്. ഇഷ്യൂഡ് അറ്റ് പാർ, റിഡീമബിൾ അറ്റ് പ്രീമിയം. നമ്മൾ ഏറ്റവും ആദ്യത്തെ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സെക്ഷനിൽ ഇഷ്യൂ ചെയ്യുന്നത് പാറിലും റിഡംഷൻ നടക്കുന്നത് പ്രീമിയത്തിലും ആകുമ്പോഴുള്ള എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു 12% ഡിബഞ്ചേഴ്സ് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അതായിരുന്നു എൻട്രി. എമൗണ്ടുകൾ ഇവിടെ 40 lakhs ആണ് നമ്മുടെ ഫേസ് വാല്യൂ. അതിൻ്റെ 10% ആണ് പ്രീമിയം. ആ പ്രീമിയം ആണ് നമ്മൾ ലോസ് ആയിട്ട് കണക്കാക്കുന്നത്. കാരണം 40 lakhs ഇഷ്യൂ ചെയ്തു, അതിൻ്റെ 10% 4 lakhs കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് റിഡംഷൻ നടത്തേണ്ടത്. അപ്പോൾ റിഡംഷൻ നടക്കുമ്പോഴുള്ള ലോസ് നമ്മൾ ഇഷ്യൂവിൻ്റെ എൻട്രിയിൽ തന്നെ കാണിച്ചു. ഫസ്റ്റത്തെ എപ്പിസോഡിൽ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് എൻട്രിയിൽ എമൗണ്ട് 4 lakhs ലോസ് ഓൺ ഇഷ്യൂ ഡിബഞ്ചറിൻ്റെ നേരെ. പിന്നെ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ 12% ഡിബഞ്ചേഴ്സ് 40 lakhs. പിന്നെ പ്രീമിയത്തിൻ്റെ എമൗണ്ട് സെയിം 4 lakhs കാണിച്ചു. ഫസ്റ്റ് എൻട്രി അതാണ്. നരേഷനൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ച് റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം 40 ലക്ഷത്തിൻ്റെ 40 lakhsൻ്റെ 25% ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് ഫസ്റ്റ് ഇയറിലെ എൻഡിൽ തന്നെ അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിംഗ് സമയത്ത് തന്നെ മാറ്റണം എന്ന് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അത് കാരണം 40 ലക്ഷത്തിൻ്റെ 25% 10 ലക്ഷം രൂപ DRR അക്കൗണ്ടിലേക്ക്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മുടെ എൻട്രിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് കാണിച്ച് ടു DRR അക്കൗണ്ട് എന്നിട്ട് രണ്ടാമത്തെ എൻട്രി 10 ലക്ഷം രൂപ. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ വർഷം മൊത്തം 40 ലക്ഷത്തിൻ്റെ 60% റെഡീം ചെയ്യുന്നുണ്ട്. ബാക്കി മൂന്നാമത്തെ വർഷമാണ് ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. അപ്പോൾ രണ്ടാമത്തെ വർഷം കൊടുക്കാൻ ഉള്ള 24 ലക്ഷത്തിൻ്റെ 15%
ആ ഇയർ തുടങ്ങുന്ന ഏപ്രിൽ 30 ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പേരിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നാണ് റൂള്. രണ്ടാമത്തെ റൂളാണ്. അപ്പോൾ 24 ലക്ഷത്തിൻ്റെ, ശ്രദ്ധിക്കുക, 24 ലക്ഷമൊക്കെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 24 ലക്ഷം രണ്ടാമത്തെ ഇയറിൽ കൊടുക്കാനുള്ള 24 ലക്ഷത്തിൻ്റെ 15% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. അതിൻ്റെ എൻട്രിയാണ് മൂന്നാമത്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 3,60,000. 30-ാം തീയതിയാണ്, ഏപ്രിൽ 30-ാം തീയതിയാണ് കാണിക്കേണ്ടത്. ഏപ്രിൽ 30, 2013. നമ്മളിവിടെ 29 എന്ന് എഴുതിയിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ഒരേ രീതി ഫോളോ ചെയ്താൽ മതി. 30-ാം തീയതി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പോയാൽ മതി. ഏപ്രിൽ 30 ആ എൻട്രി കാണിക്കുക. നമ്മുടെ ഈ പ്രിൻറ്റഡ് മാറ്ററിൽ നമ്മളെ ആൻസറിൽ 29/4/2013 എന്നാണ് കിടക്കുന്നത്. അത് കൺഫ്യൂഷൻ ആവണ്ട. ഏപ്രിൽ 30 എന്നുള്ളൊരു കാര്യം മൈൻഡിലുണ്ടായാൽ മതി. പിന്നെ മറ്റൊന്ന്, ഈ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് റിയലൈസ് ചെയ്യുന്നത് ആ വർഷത്തിൻ്റെ, ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിങ്ങിൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് 31/3/2014 3,60,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഒരു വർഷത്തിന് ശേഷം ആ 3,60,000 രൂപ നമ്മൾ വിറ്റ് ക്യാഷ് ആക്കുകയാണ്, എൻക്യാഷ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുകയാണ് റിഡംഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 3,60,000 നമുക്ക് തിരിച്ച് കിട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ തിരിച്ചെടുത്തു. അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇൻട്രസ്റ്റിനെ ഇഗ്നോർ ചെയ്തോളാൻ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജിനെ കുറിച്ചൊന്നും തരാത്ത കാരണം നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഇനി 24 ലക്ഷം രൂപ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് സെറ്റിൽമെൻറ്റ് നടത്തുന്ന എൻട്രിയാണ് അടുത്തത്. 2 എൻട്രി നമുക്കറിയാം. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആവുന്ന എൻട്രിയും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എൻട്രിയുമാണ് ഉള്ളത്. അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക, അതിൻ്റെ രീതി നോക്കുക നമുക്ക്. 12% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. എൻട്രി കാണാം. എമൗണ്ട് റിഡംഷൻ 60% ഡിബഞ്ചർ ഹോൾഡേഴ്സിന് സെറ്റിൽമെൻറ്റ് കൊടുക്കുമ്പോഴുള്ള എൻട്രിയാണ് കാണിച്ചിട്ടുള്ളത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ എൻട്രി, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കൊടുക്കുമ്പോഴുള്ള എൻട്രി. നെക്സ്റ്റ്, അവിടെ എമൗണ്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. 24 ലക്ഷം, അതിൻ്റെ 10% 2,40,000 ഉൾപ്പെടുത്തിയിട്ട് 26,40,000 കൊടുക്കുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി. അത് സെറ്റിൽമെൻറ്റിൻ്റെ ഒരു എൻട്രിയും കൂടെ അതിൽ വരും. നമ്മളതൊന്ന് ഇതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കാണിക്കണം. കാര്യം അതവിടെ കാണിച്ചിട്ടില്ല. 26,40,000 ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോഴുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നുള്ള എൻട്രി ഇപ്പോൾ ഈ പ്രിൻറ്റഡ് മാറ്ററിലില്ല. അതൊരു മിസ്സിങ് ആയിരിക്കും. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇപ്പോൾ ഈ എൻട്രിക്ക് ശേഷം അതും കൂടെ എഴുതണം. അതൊന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാവരും. 12% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് 26,40,000 ഇവിടെ എൻട്രി ഉണ്ട്. അതിനെ തുടർന്ന് ആ എമൗണ്ട് 26,40,000 ഡിബഞ്ചർ ഹോൾഡേഴ്സിന് സെറ്റിൽ ചെയ്യുന്ന എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 26,40,000 അഡീഷണൽ ആയിട്ട് നിങ്ങൾ എഴുതണം എന്നാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ്, ആ ഇയർ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വർഷം നമ്മൾ എന്തായാലും 40% 16 ലക്ഷം രൂപ, 40 ലക്ഷത്തിൻ്റെ 40% 16 ലക്ഷം രൂപ സെറ്റിൽമെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വർഷത്തെ, ആ ഫിനാൻഷ്യൽ ഇയറിലെ ഏപ്രിൽ 30-ാം തീയതി വീണ്ടും 16 ലക്ഷത്തിൻ്റെ 40% ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് അടുത്ത എൻട്രി. നിങ്ങൾക്ക് കാണാം 29/4 ആയിരിക്കും ഇതിൽ ഇട്ടിട്ടുണ്ടാവുക. നമ്മൾ പറഞ്ഞു 30 ഏപ്രിലിന് കാണിച്ചാൽ മതി. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 2,40,000 16 ലക്ഷത്തിൻ്റെ 40%. ആ വർഷത്തിൻ്റെ അവസാനം അത് എൻക്യാഷ് ചെയ്യുന്ന എൻട്രി, റിയലൈസ് ചെയ്യുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് 2,40,000. നേരത്തെ പോലെ തന്നെ 16 ലക്ഷത്തിന് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 17,60,000 കൊടുക്കണം. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 17,60,000. ഇവിടെ കണ്ടില്ലേ 17,60,000 ഇവിടെ എൻട്രി ഉണ്ട്. ഈ എൻട്രിയാണ് മുകളിൽ മിസ്സിങ് എന്ന് ഞാൻ പറഞ്ഞത്. അതൊന്ന് കാണിക്കുക, നിങ്ങളവിടെ സെപ്പറേറ്റ് ഒന്ന് എഴുതി കാണിക്കുക. എന്നിട്ട് ലാസ്റ്റ് എൻട്രി നമ്മൾ പറഞ്ഞു, നേരത്തെ പ്രോബ്ലത്തിലും പറഞ്ഞു, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ കിടക്കുന്ന ബാലൻസ് നമ്മുടെ റിഡംഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ അതിനെ ക്ലോസ് ചെയ്യണം. അതിനെ ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാലൻസ് ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അതാണ് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന എൻട്രി. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ
ടു ജനറൽ റിസർവ് അക്കൗണ്ട്. മൂന്നാമത്തെ ഇയറിൻ്റെ ക്ലോസിങ്ങിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ രണ്ടാമത്തെ എൻട്രിയിൽ മൊത്തം റിഡംഷൻ നടത്താനുള്ള 40 ലക്ഷത്തിൻ്റെ 25% 10 ലക്ഷം രൂപ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് എല്ലാ പ്രൊസീജിയറുകളും കഴിഞ്ഞതിന് ശേഷം, റിഡംഷൻ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്ത് കാണിക്കണം. ഡിബഞ്ചർ റിഡംഷൻ റിസർവിന് അവിടെ ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ബാലൻസ് ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കണം. അതാണ് ലാസ്റ്റത്തെ എൻട്രി ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് 10 lakhs കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഡിബഞ്ചർ റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഒരു മെത്തേഡേ നമ്മളായിട്ടുള്ളൂ. വളരെ സാവകാശം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതാത് സമയങ്ങളിൽ ക്ലിയർ ചെയ്തിട്ട് പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.